എല്ലാവർക്കും എജ്യുലൈറ്റ് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമുക്ക് ഇന്ന് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ, നമ്മളിപ്പം കുറച്ച് ക്ലാസ്സുകളിലായിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യലുണ്ട്. അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 9/3/2017 നടന്ന കമ്പനി ബോർഡിന്റെ ഒരു ടൈപ്പിസ്റ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിലുള്ള അതേ കമ്പ്യൂട്ടറും അതേപോലെ തന്നെ ടൈപ്പ് റൈറ്ററിന്റെയും ഭാഗത്തെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. അപ്പൊ ഇതില് ഫസ്റ്റ് ടൈപ്പ് റൈറ്ററിന്റെ ഭാഗമാണ് വരുന്നത്. അത് 51ാമത്തെ ക്വസ്റ്റ്യൻ തൊട്ടിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം അല്ലെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടൈപ്പ് റൈറ്ററിന്റെ ഭാഗത്തു നിന്നുള്ളതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് റിലേറ്റഡ് വിത്ത് റിബൺ മൂവ്മെന്റ്. ഇതൊക്കെ നേരിട്ട് വരുന്ന ക്വസ്റ്റ്യൻ പോലെ ആണ് അല്ലെ. എന്താണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് റിലേറ്റഡ് വിത്ത് റിബൺ മൂവ്മെന്റ്. റിബൺ മൂവ്മെന്റുമായിട്ട് ഇതിൽ റിലേറ്റഡ് അല്ലാത്ത, ബന്ധമില്ലാത്ത ഏതാണ്? ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും ഏതാണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മൂവ്മെന്റ് അല്ലെ. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മൂവ്മെന്റ് അല്ലേ റിബൺ മൂവ്മെന്റ് വരിക. ഏതാണ് ശരിക്കും, ഏതിന്റെ മൂവ്മെന്റ് ആണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മൂവ്മെന്റ്? കാരേജിന്റെ മൂവ്മെന്റ് ആണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മൂവ്മെന്റ് അല്ലെ. ബാക്കി റിബൺ മൂവ്മെന്റുമായി ബന്ധപ്പെടുന്നല്ലേ. റിബൺ ത്രോ, റിവേഴ്സ് മൂവ്മെന്റ്, ലെങ്ത് വൈസ് മൂവ്മെന്റ് ഒക്കെ റിബണുമായിട്ടുള്ള മൂവ്മെന്റ്സിലും പെടുന്നതാണ്. അപ്പൊ ഇവിടുത്തെ ആൻസർ ഏതാണ് വരിക? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മൂവ്മെന്റ്. നമ്മൾ റിബണിന്റെ ക്ലാസ്സും അതേപോലെ റിബൺ മൂവ്മെന്റിന്റെ ഒക്കെ പറഞ്ഞപ്പോൾ ഇതൊക്കെ എടുത്തു പറഞ്ഞതാണേ. ഇനി അടുത്തത് 52ാമത്തെ ക്വസ്റ്റ്യൻ, 52th ക്വസ്റ്റ്യൻ. വേർ ഈസ് ദ റിബൺ സെറ്റ് ഓൺ ദി ടൈപ്പ് റൈറ്റർ. ഇതും നേരിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ടൈപ്പ് റൈറ്ററിൽ റിബൺ സെറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? റിബൺ എവിടെയാ സെറ്റ് ചെയ്തിരിക്കുക? സിലിണ്ടറിലോ, വീലിലോ, ബാസ്ക്കറ്റിലോ ഒന്നല്ലല്ലോ. ബാസ്ക്കറ്റിൽ ടൈപ്പ് ബാർ റെസ്റ്റ് ചെയ്യുന്ന സ്ഥലമാണ് അല്ലെ. സിലിണ്ടർ എന്ന് പറയുന്നത് റിബൺ സെറ്റുമായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു സ്ഥലമാണ്. അപ്പൊ ഏതാ വരിക? സ്പൂളിലാണ് അല്ലെ. സ്പൂളിന്റെ ഡെഫിനിഷൻ തന്നെ എന്താണ്? റിബൺ സെറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലം എന്നല്ലേ അല്ലെ. അപ്പം വേർ ഈസ് ദ റിബൺ സെറ്റ് ഓൺ ദ ടൈപ്പ് റൈറ്റർ? ആൻസർ എന്താണ്? സ്പൂൾ. ഓക്കെ. ഇനി അടുത്തത് 53, ക്വസ്റ്റ്യൻ നമ്പർ 53 ആണ് പറയുന്നത്. ഫോർ വാട്ട് പേർപ്പസ് ദ ലൈൻ സ്പേസ് ഡിസെൻഗേജിങ് ലിവർ യൂസ്ഡ്. എന്തിനാണ് ലൈൻ സ്പേസ് ഡിസെൻഗേജിങ് ലിവർ യൂസ് ചെയ്യുന്നത്? കറക്റ്റ് ഇതിന്റെ ഡെഫിനിഷൻ തന്നെയാണ് ചോദിച്ചത് അല്ലെ. എന്തിനാണ് ഇത് യൂസ് ചെയ്യുന്നത് ശരിക്കും? വേരിയബിൾ ലൈൻ സ്പേസിങ്ങിന് വേണ്ടിയിട്ടാണ് എന്ത് നമ്മളെ ലൈൻ സ്പേസ് ഡിസെൻഗേജിങ് ലിവർ യൂസ് ചെയ്യുന്നത് ആണല്ലോ. ഒക്കെ നേരിട്ട് ആൻസറിലേക്ക് എത്തുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് അല്ലെ. ഇനി അടുത്തത്, ഓൺ പ്രസിംഗ് ദ ബാക്ക് സ്പേസ് കീ ദ കാരേജ് മൂവ് ടുവേർഡ്സ്. ബാക്ക് സ്പേസ് കീ പ്രസ് ചെയ്യുമ്പോൾ കാരേജ് എങ്ങോട്ടാ പോവുക? 1 സ്പേസ് ലെഫ്റ്റ് ആണോ, 1 സ്പേസ് റൈറ്റ് ആണോ, ഹാഫ് സ്പേസ് ലെഫ്റ്റ് ആണോ, അതോ നൺ ഓഫ് ദ ബോ? എന്താ വരിക? 1 സ്പേസ് റൈറ്റ് ആണ് വരിക. നമ്മൾ കാരേജിന്റെ മൂവ്മെന്റിൽ എടുത്തു പറഞ്ഞതാണ് അല്ലെ. ക്യാരക്ടർ കീസിന്റെ മൂവ്മെന്റ്, അതേപോലെ ബാക്ക് സ്പേസിന്റെ സ്പേസ് ബാർ ഒക്കെ പ്രസ് ചെയ്യുമ്പം കാരേജ് എങ്ങോട്ട് പോകുന്നു എന്നുള്ളതൊക്കെ നമ്മൾ കൃത്യം പറഞ്ഞതാണ്. അതേ ക്വസ്റ്റ്യൻ തന്നെ എടുത്ത് ചോദിച്ചിട്ടുണ്ട് അല്ലെ. ഇനി അടുത്തത് 55, ക്വസ്റ്റ്യൻ നമ്പർ 55. Which part of the carriage helps in easy insertion of paper in typewriter? Which part of the carriage helps in easy insertion of paper in the typewriter? ടൈപ്പ്റൈറ്ററിൽ പേപ്പർ എളുപ്പത്തിൽ ഇൻസേർഷൻ ചെയ്യാൻ പറ്റുന്ന കാരേജിന്റെ ഭാഗം ഏതാണ്? സിലിണ്ടർ ആണോ, മാർജിൻ സ്റ്റോപ്പ് ആണോ, ബെയിൽ റോൾസ് ആണോ, ഫീഡ് റോൾസ് ആണോ? ഏതാണ് ആൻസർ വരിക? ആൻസർ ഫീഡ് റോൾസ് ആണ് അല്ലെ. എന്താ ശരിക്കും ഫീഡ് റോൾസ് എന്ന് പറഞ്ഞാൽ എന്താ? പേപ്പറിന് കൃത്യമായിട്ട് ഇൻസേർട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ടൈപ്പ്റൈറ്ററിന്റെ ഭാഗമാണെന്നാണ് നമ്മൾ ഫീഡ് റോളിന്റെ ഡെഫിനിഷൻ ആയിട്ട് പഠിക്കുന്നത് തന്നെ. ഇതൊക്കെ കറക്റ്റ് ആ ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. എന്താണോ അത് ആ ടേമിന്റെ ഡെഫിനിഷൻ അതേപോലെ തന്നെ ചോദിച്ചാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹെൽപ്സ് ടു ടൈപ്പ് പ്രോപ്പർലി ഓൺ എ റൂൾഡ് പേപ്പർ. അതായത് ഒരു റൂൾഡ് പേപ്പർ കറക്റ്റായി റൂൾ ചെയ്ത് അവിടെ ഇതാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഭാഗം ഏതാണ്? പുഷ് ബട്ടൺ അല്ലെ. പുഷ് ബട്ടൺ ആണ് എന്ത്? പുഷ് ബട്ടൺ ഈസ് ഹെൽപ്സ് ടു ടൈപ്പ് പ്രോപ്പർലി ഓൺ എ റൂൾഡ് പേപ്പർ. റൂൾഡ് പേപ്പറിൽ കറക്റ്റായി ടൈപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ടൈപ്പ് റൈറ്ററിന്റെ ഭാഗമാണ് ഇത് പുഷ് ബട്ടൺ.
അവിടെ ക്യാരേജ് റിലീസ് ലിവറോ സിലിണ്ടർ നോബ്സോ ഒന്നും വരില്ലല്ലോ. ഇതിനൊക്കെ വേറെ ജോലികളാണുള്ളത് അല്ലേ. ഇനി ഞാനിത് ഇങ്ങനെ പറഞ്ഞു പോകുന്നത് നമ്മൾ ടൈപ്പ് റൈറ്ററിന്റെ ക്ലാസ് എടുത്തപ്പോൾ ഈ ഓരോ പോയിന്റ് പുഷ് ബട്ടണും അതേപോലെ ക്യാരേജ് റിലീസ് ലിവർ എന്താണെന്നും സിലിണ്ടർ നോബ്സ് എന്താണെന്നൊക്കെ കൃത്യം പറഞ്ഞതാണ്. അപ്പം ഇതൊക്കെ ചോദിച്ചതും കറക്റ്റ് അതിന്റെ ആൻസർ എന്ന പോലെയാണ് അല്ലെ. എന്താണോ ഡെഫിനിഷൻ അതേപോലെ ചോദിച്ചാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഓരോന്നും വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയാത്തത്. ഇനി ദ സെമി സർക്കുലർ അറേഞ്ച്മെന്റ് ഓഫ് ടൈപ്പ് ബാർസ് ഓൺ ദ സെഗ്മെന്റ് ഹെൽപ്സ് ഇൻ, അതായത് നമ്മൾ സെഗ്മെന്റിൽ ടൈപ്പ് ബാർസിന്റെ ഈ അർദ്ധവൃത്താകൃതിയിലുള്ള അറേഞ്ച്മെന്റ് എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നത്? സ്ട്രൈക്കിംഗ് ഓഫ് ടൈപ്പ് ബാർസ് ത്രൂ ദ പ്രിന്റിംഗ് പോയിന്റ് അല്ലേ. അങ്ങനെയല്ലേ നമ്മൾ കൃത്യമായിട്ട് അങ്ങനെ അറേഞ്ച് ചെയ്തത് കൊണ്ടല്ലേ ഈ ടൈപ്പ് ബാർസിന്റെ ആ സ്ട്രൈക്കിംഗ് പ്രിന്റിംഗ് പോയിന്റിലായിട്ട് കിട്ടുന്നത്. ഓക്കെ, ടൈപ്പിംഗ് ക്യാപിറ്റൽ ലെറ്റേഴ്സ് അല്ലല്ലോ. ടൈപ്പിംഗ് ക്യാപിറ്റൽ ലെറ്റേഴ്സ് വേണമെങ്കിൽ നമ്മൾ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്യണം അല്ലേ. ഓക്കെ, ഇനി അടുത്തത് 58th ക്വസ്റ്റ്യൻ ആണ്. വിച്ച് എമംഗ് ദ ഫോളോയിങ് കോസസ് ബാഡ് അലൈൻമെന്റ് വൈൽ ടൈപ്പിംഗ് ഓൺ എ ടൈപ്പ്റൈറ്റർ? വിച്ച് എമംഗ് ദ ഫോളോയിങ് കോസസ് ബാഡ് അലൈൻമെന്റ് വൈൽ ടൈപ്പിംഗ് ഓൺ എ ടൈപ്പ്റൈറ്റർ? നമ്മൾ ടൈപ്പ്റൈറ്ററിൽ ടൈപ്പ് ചെയ്യുമ്പോൾ ബാഡ് അലൈൻമെന്റിന് കാരണമാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ്. ലാക്ക് ഓഫ് യൂണിഫോം ടച്ച് അല്ലെ. നമ്മൾ ടച്ച് ചെയ്യുന്നത് കറക്റ്റ് അല്ലെങ്കിൽ നമുക്ക് കൃത്യമായിട്ടൊരു യൂണിഫോം ടച്ചിന്റെ ഒരു സയന്റിഫിക് മെത്തേഡ് ഉണ്ട് അല്ലെ, അതല്ലെങ്കിൽ അതിന്റെ അഭാവം. അതേപോലെ ഫാക്കൽറ്റി ഡിപ്രഷൻ ഓഫ് ഷിഫ്റ്റ് കീസ് അല്ലെ, ഷിഫ്റ്റ് കീസിന്റെ കൃത്യമായ പ്രസ്സിങ്. ഈ രണ്ട് കാര്യങ്ങളല്ലേ, ഈ രണ്ട് കാര്യങ്ങളും വിടുമല്ലോ അല്ലെ ബാഡ് അലൈൻമെന്റിന്. ആൻസർ ഏതായിരിക്കും വരിക? ബോത്ത് 1 and 2. ഇനി അടുത്തത് 59th ക്വസ്റ്റ്യൻ. വാട്ട് കണക്ട്സ് ദ മെയിൻ സ്പ്രിംഗ് വിത്ത് ദ കാരേജ്? എത്രയോ തവണ ആവർത്തിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. മെയിൻ സ്പ്രിങ്ങിനെ കാരേജുമായി കണക്ട് ചെയ്യുന്നത് എന്ത് വഴി അല്ലെങ്കിൽ ആരാണ്? ഡോഗ് ബ്ലോക്കോ റാച്ചറ്റ് വീലോ കാരേജ് റാക്സ് ഒന്നല്ലല്ലോ, ഡ്രോബാൻഡ്. ഡ്രോബാൻഡ് എന്ന് പറയുന്നത് തന്നെ എന്താണ്? മെയിൻ സ്പ്രിങ്ങിനെ കാരേജുമായി കണക്ട് ചെയ്യുന്ന ആളാണ് അല്ലെ. ഇതൊക്കെ ഇതിന്റെയൊക്കെ കറക്റ്റ് ഡെഫിനേഷൻ പഠിക്കുമ്പോഴേക്കും നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻസിന്റെ കൃത്യ ആൻസർ കണ്ണും പൂട്ടി എഴുതാൻ പറ്റുന്നതാണ് അല്ലേ അതൊക്കെ. ഇനി വിച്ച് പാർട്ട് ഓഫ് ദി ടൈപ്പ് റൈറ്റർ ഹെൽപ്സ് ടു അവോയ്ഡ് ദ കോണ്ടാക്ട് ഓഫ് പേപ്പർ വിത്ത് ഓയിലി പാർട്സ് ഓഫ് ടൈപ്പ് റൈറ്റർ? ടൈപ്പ് റൈറ്ററിന്റെ ഓയിലി പാർട്സുകളിൽ നിന്നും നമ്മൾ ടൈപ്പ് റൈറ്ററിൽ വെക്കുന്ന പേപ്പറിനെ പ്രിവെന്റ് ചെയ്യുന്നത് ആരാണ്? ബെയിൽ സ്കെയിൽ ആണോ, പേപ്പർ ബെയിൽ ആണോ, കീബോർഡ് ആണോ, അതോ പേപ്പർ ടേബിൾ ആണോ? പേപ്പർ ടേബിൾ അല്ലെ. പേപ്പർ ടേബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പേപ്പറിനെ ടൈപ്പ് റൈറ്ററിലെ ഓയിലി പാർട്സിൽ നിന്നും പ്രിവെന്റ് ചെയ്യുന്ന ഭാഗമാണ് ഏത്? പേപ്പർ ടേബിൾ. ഇത് റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ഈ പേപ്പർ ടേബിൾ ഒക്കെ നമ്മൾ ക്ലാസ്സിൽ എടുത്ത ടൈമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചെറിയ പോർഷൻ ആണെങ്കിൽ കൂടി നിങ്ങൾ ഇത് പഠിക്കണം, എക്സാമിന് വരുന്നതാണ് കേട്ടോ. പ്രീവിയസ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത എനിക്ക് തോന്നുന്നു 2 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് അല്ലേ. ഇനി വിച്ച് പൊസിഷൻ ഓഫ് ദി റിബൺ ഇൻഡിക്കേറ്റർ ഹെൽപ്സ് ഇൻ സ്റ്റെൻസിൽ കട്ടിംഗ്? സ്റ്റെൻസിൽ കട്ടിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന റിബൺ ഇൻഡിക്കേറ്റർ ഏതാണ്? അല്ലെങ്കിൽ ഈ റിബൺ ഇൻഡിക്കേറ്ററിന്റെ ഏത് പൊസിഷനിലാണ് സ്റ്റെൻസിൽ കട്ടിംഗ് നടക്കുന്നത്? ഏതാ? വൈറ്റ്. ഇനി വാട്ട് ഹെൽപ്സ് ടു റൊട്ടേറ്റ് ദ സിലിണ്ടർ ഓഫ് എ ടൈപ്പ് റൈറ്റർ വൈൽ ടൈപ്പിംഗ്? ഏതാണ്? ടൈപ്പ് റൈറ്ററിൽ ടൈപ്പ് ചെയ്യുമ്പോൾ സിലിണ്ടറിന്റെ എന്ത് റൊട്ടേറ്റ് ചെയ്യുന്നതാണ് ഹെൽപ്പ് ചെയ്യുന്നത് എന്ന്? ഏതാ ഹെൽപ്പ് ചെയ്യുന്നത്? തമ്പ് വീലാണ് സിലിണ്ടറിനെ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി, ടൈപ്പ് ചെയ്യുന്ന സമയത്ത് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ആരാണ്? തമ്പ് വീലാണ്. ക്ലിയർ അല്ലേ? ഇനി പ്ലാറ്റൻ ഈസ് അതർ നെയിം ഓഫ്, നമ്മൾ എടുത്തു പറഞ്ഞാണ് സിലിണ്ടറിന്റെ ക്ലാസ്സിൽ സിലിണ്ടറിന്റെ മറ്റൊരു പേരുണ്ട്, അതാണ് ഏത്? പ്ലാറ്റൻ അല്ലേ. ഈസി ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അടുത്ത് ഓൺ വിച്ച് സൈഡ് ഓഫ് ദി കീബോർഡ് ഈസ് ദ ഷിഫ്റ്റ് കീ ലോക്ക്ഡ്? ഷിഫ്റ്റ് കീ എവിടെയാണ് കീബോർഡിൽ ഫിക്സ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്? ലെഫ്റ്റിലാണോ റൈറ്റിലാണോ, അതോ ലെഫ്റ്റിലും റൈറ്റിലും ഉണ്ടോ? എവിടെയാ? ലെഫ്റ്റിലാണ് അല്ലേ. നോക്കണം, ഷിഫ്റ്റ് കീ അല്ല, ഷിഫ്റ്റ് ലോക്ക് കീ ആണ്. ഏതാ? ലെഫ്റ്റ്. ഓക്കെ, ഏതാണ് ആൻസർ വരിക? ലെഫ്റ്റ്. ഇനി അടുത്തത് 65, ക്വസ്റ്റ്യൻ നമ്പർ 65 ആണ്. ഇൻ എ ബിസിനസ് ലെറ്റർ
ദ റെസിപ്പിയൻസ് അഡ്രസ് ഈസ് ടൈപ്ഡ് ഓൺ ദ, അതായത് നമ്മുടെ ബിസിനസ് ലെറ്ററിൽ സ്വീകർത്താവിന്റെ അഡ്രസ് എഴുതുക എവിടെയാണ് ഒക്കെ നമ്മൾ പിന്നെ ഇങ്ങനെ ഈ പ്രീവിയസ് ക്വസ്റ്റ്യനിൽ പഠിക്കുന്നതോടുകൂടി നമുക്ക് ആ ഭാഗത്തുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആ ഭാഗം എടുത്ത് പഠിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കൂടെ തന്നെ ആ ഭാഗത്തു നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുകയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ ബിസിനസ് ലെറ്റർ, ഒരു ബിസിനസ് ലെറ്ററിൽ എവിടെയാണ് സ്വീകർത്താവിന്റെ അഡ്രസ് വരിക? ലെഫ്റ്റ് സൈഡിൽ ബോട്ടം ആണോ, അതോ ഇൻ ദ ഹെഡ് അഡ്രസ് ആണോ, അതോ ലെഫ്റ്റ് സൈഡ് ഓഫ് ദി സാലിറ്റേഷൻ ആണോ? ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ വരിക. നമ്മൾ അങ്ങനെയല്ലേ എഴുതുക, നമ്മൾ ഡിയർ സാർ എന്നൊക്കെ കൊടുക്കുന്നതിന്റെ മുകളിലായിട്ടല്ലേ വരിക. ക്ലിയർ ആണല്ലോ. ഇനി വിച്ച് ഫിംഗർ ഈസ് യൂസ്ഡ് ടു ടൈപ്പ് ദ ലെറ്റർ സി? സി എന്ന് പറഞ്ഞ ലെറ്റർ ടൈപ്പ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഫിംഗർ ഏതാ? നമ്മൾ യൂസ് ചെയ്യുന്ന ഫിംഗർ ഏതാ? ലെഫ്റ്റ് ഇൻഡെക്സ് ഫിംഗർ ആണ് നമ്മൾ യൂസ് ചെയ്യുക അല്ലെ. ലെഫ്റ്റ് ഇൻഡെക്സ് ഫിംഗർ ആണ് യൂസ് ചെയ്യുക. ഇടത് കൈയിലെ ചൂണ്ടുവിരലാണ് നമ്മൾ യൂസ് ചെയ്യുക. ഇനി അടുത്ത്, വൈൽ ടൈപ്പിംഗ് എ സ്റ്റേറ്റ്മെന്റ് മാർജിൻ ആർ സെറ്റ്. നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചെയ്യാണ്. ആ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മൾ മാർജിൻ സെറ്റ് ചെയ്യല്ലോ. എന്ത് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മാർജിൻ സെറ്റ് ചെയ്യില്ല. അപ്പൊ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മാർജിൻ എങ്ങനെയാ സെറ്റ് ചെയ്ത് വെക്കുക? ലെഫ്റ്റ് ഭാഗത്ത് 10ഉം റൈറ്റ് ഭാഗത്ത് 5ഉമായിട്ടാണോ, അതോ ലെഫ്റ്റിൽ 5ഉം റൈറ്റിൽ 10ഉമായിട്ടാണോ, അല്ലെങ്കിൽ ലെഫ്റ്റിൽ 15ഉം റൈറ്റിൽ 10ഉമായിട്ടാണോ, അല്ലെങ്കിൽ രണ്ട് ഭാഗത്തും ഈക്വൽ ആയിട്ടാണോ? നമ്മൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് രണ്ട് ഭാഗത്തും ഈക്വൽ ആയിട്ടുള്ള മാർജിൻ ആണ് വെക്കുക അല്ലെ. അപ്പൊ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി. ഇനി അടുത്തത് ഏതാണ്? 68th ക്വസ്റ്റ്യൻ ആണ്. 68ൽ ചോദിക്കുന്നത് ഡിയർ സാർ, അതല്ലേ നമ്മൾ എഴുതുക. നമ്മളിപ്പോ നേരത്തെ ഒരു ബിസിനസ് ലെറ്ററിന്റെ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടേ ഉള്ളൂ കേട്ടോ. അതായത് എവിടെയാണ് സ്വീകർത്താവിന്റെ അഡ്രസ് എഴുതുക എന്ന് ചോദിച്ചിട്ടില്ല. അപ്പൊ ഇവിടെ എന്താ വരിക? ഡിയർ സാർസ് എവിടെയാ വരിക? ഡിയർ സാറിന് വരുന്നത് എവിടെ? ഏത് ടൈപ്പ് ലെറ്ററിലാണോ? ഒഫീഷ്യൽ ലെറ്ററിലാണോ? ഒഫീഷ്യൽ ലെറ്ററിൽ ഡിയർ സാറിന് കൊടുക്കൂലല്ലോ അല്ലെ, സാർ എന്നല്ലേ കൊടുക്കുക. സർക്കുലറിൽ ഒരിക്കലും വരില്ല. പിന്നെ ഏതിലാ? ഡെമി ഒഫീഷ്യൽ ലെറ്ററിൽ വരുമോ? അതിലും വരില്ല. പിന്നെ ഏതിലാ വരിക? ബിസിനസ് ലെറ്ററിലാണ് ഡിയർ സാർ എന്നുള്ളത് വരും. ഒക്കെ സെക്കൻഡ് പേപ്പർ നിങ്ങൾ ചെയ്തത് കൊണ്ട് നിങ്ങൾക്ക് ഇതൊക്കെ ക്ലിയർ ആയിരിക്കും. അപ്പോൾ ഇതാ ഈ ഭാഗമായിട്ട് എടുത്ത് പഠിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഭാഗങ്ങളൊക്കെ അങ്ങ് അണ്ടർസ്റ്റുഡ് ആവും. ഓക്കെ. ഇനി അടുത്തത് 69th ക്വസ്റ്റ്യൻ. ബൈ ദി ഓർഡർ ഓഫ് ദി ഗവർണർ ഈ സീൻ ഇൻ. ഇത് എവിടെയാ കാണാ? ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഇതിന്റെ ആൻസർ എവിടെ ഉണ്ടാവും എന്നുള്ളത് അല്ലെ. ബൈ ഓർഡർ ഓഫ് ദി ഗവർണർ എവിടെയാ ഉണ്ടാവുക? ഗവൺമെന്റ് ഓർഡറിൽ അല്ലെ. എന്തായാലും ഗവർണർ ബൈ ദി ഓർഡർ ഓഫ് ദി ഗവർണർ എന്നുള്ളത് മെമ്മോറാണ്ടത്തിലോ ഗവൺമെന്റ് ഒഫീഷ്യൽ ലെറ്ററിലോ UN നോട്ടിലോ കൊടുക്കാൻ പറ്റാത്ത സാധനമാണ്. അപ്പൊ ഇതിലാ വരിക? ഗവൺമെന്റ് ഓർഡറിലാണ് ബൈ ദി ഗവൺമെന്റ് ഓർഡർ ഓഫ് ദി ഗവർണർ എന്നത് വരും. ഇനി അടുത്തത് 17th ക്വസ്റ്റ്യൻ ആണ്. 70th ക്വസ്റ്റ്യൻ പറയുന്നത് എ ഡ്യൂപ്ലിക്കേറ്റർ ഈസ് യൂസ്ഡ്. ഡ്യൂപ്ലിക്കേറ്റർ എന്തിനാ യൂസ് ചെയ്യുന്നത്? ഡ്യൂപ്ലിക്കേറ്റർ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാ? സ്റ്റെൻസിൽ ഉപയോഗിച്ചിട്ട് സെവറൽ കോപ്പീസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. സ്റ്റെൻസിൽ പേപ്പർ ഉപയോഗിച്ച് നമുക്ക് സെവറൽ കോപ്പീസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഡ്യൂപ്ലിക്കേറ്റർ യൂസ് ചെയ്യുന്നത്. ഈ ഡ്യൂപ്ലിക്കേറ്റർ എന്ന ഇതിന്റെ യൂസേജ് തന്നെ അതാണ്. അപ്പൊ അത് അതേപോലെ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ടു ടേക്ക് സെവറൽ കോപ്പീസ് യൂസിങ് സ്റ്റെൻസിൽ പേപ്പർ എന്നും. ഓക്കെ. ഇനി 71st ക്വസ്റ്റ്യൻ എന്താ? ഡാഷ് ഹെൽപ്സ് ടു ഗിവ് യൂണിഫോം മാർജിൻ ഓൺ ഓൾ ഷീറ്റ്സ് വൈൽ ടൈപ്പിംഗ്. നമ്മൾ ടൈപ്പ് ചെയ്യുന്ന എല്ലാ ഷീറ്റുകളിലും കൃത്യമായിട്ട്, അതായത് ഒരു യൂണിഫോം മാർജിൻ കൊടുക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? പേപ്പർ ഗൈഡ് ആണോ, പേപ്പർ ബെയിൽ ആണോ, മാർജിൻ സ്റ്റോപ്പ് ആണോ, പേപ്പർ ഷെൽഫ് ആണോ? പേപ്പർ ഗൈഡ് ആണ് അല്ലെ. പേപ്പർ ഗൈഡ് ഹെൽപ്സ് ടു ഗിവ് യൂണിഫോം മാർജിൻ ഓൺ ഷീറ്റ്സ് വൈൽ ടൈപ്പിംഗ്. ക്ലിയർ അല്ലേ? ഇനി 72ാമത്തെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 72th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ കോംപ്ലിമെന്ററി ക്ലോസ് യുവർ സിൻസിയർലി ഈസ് ജനറലി യൂസ്ഡ് ഇൻ. അതായത് യുവർ സിൻസിയർലി എന്ന് പറയുന്ന കോംപ്ലിമെന്ററി ക്ലോസ് യൂസ് ചെയ്യുന്നത് ഏത് തരം ലെറ്ററിലാണ്? ഒഫീഷ്യലിലാണോ, ബിസിനസ് ലെറ്ററിലാണോ, പേഴ്സണൽ ലെറ്ററിലാണോ, അതോ ഡിഒ ലെറ്റർ? ഡിഒ എന്ന് പറഞ്ഞാൽ ഡെമി ഒഫീഷ്യൽ ലെറ്ററിലാണോ എന്ന്. ആൻസർ എന്താ വരിക? ഡെമി ഒഫീഷ്യൽ ലെറ്ററിലാണ്. ദ മാസ്റ്റർ കീ ഒരുവിധം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നമ്മൾ കാണുന്നുണ്ട്, ഹോം കീനെയും മാസ്റ്റർ കീനെയും ഒക്കെ കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് എടുത്ത് കൃത്യമായി പഠിക്കണേ.
മാസ്റ്റർ കീ ഇൻ ഇംഗ്ലീഷ് ടൈപ്പ്റൈറ്റർ. ഇംഗ്ലീഷ് ടൈപ്പ്റൈറ്ററിൽ മാസ്റ്റർ കീ ഏതാണെന്നാണ് ഇതിൽ ചോദിക്കുന്നത്. എമ്മും എന്നും ആണ്. നേരിട്ട് ആൻസർ എഴുതാം എൻ. ഇനി ദ യൂണിവേഴ്സൽ കീബോർഡ് ഈസ് ഓൾസോ നോൺ ആസ്. യൂണിവേഴ്സൽ കീബോർഡ് നമ്മൾ എന്താ വിളിക്കുക? ഏതാണത്? ക്വാട്ടി കീബോർഡാണ് യൂണിവേഴ്സൽ കീബോർഡ്. ഇതൊക്കെ കണ്ണും പൂട്ടി ആൻസർ എഴുതാൻ പറ്റുന്ന. ചൂസ് ദ ഓഡ് വൺ ഔട്ട്. ഇതില് ഓഡ് വൺ ഏതാ? ഫുൾ സ്കാപ്പ് ആണോ, പോളിസി ആണോ, ബ്രീഫ് ആണോ, റോമൻ ആണോ? ഏതാണ്? റോമൻ ആണ് അല്ലേ? ഇവയൊക്കെ എന്താ? കാരേജിന്റെ ഡിഫറെന്റ് ടൈപ്സുകളല്ലേ? ഫുൾ സ്കാപ്പ്, പോളിസി, ബ്രീഫ്, മാനിഫെസ്റ്റ്, എക്സ് മാനിഫെസ്റ്റ് ഒക്കെ പഠിച്ചത് ഓർമ്മയില്ലേ? അതിലുള്ളതാണ്. നമ്മൾ കാരേജിന്റെ ക്ലാസ് എടുത്ത സമയത്ത് കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? ഓരോന്നും ഇത്ര സെന്റിമീറ്ററും അതിന്റെ ഇഞ്ചസും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ പെടാത്തത് ഏതാ? റോമൻ. ഇനി 76th ക്വസ്റ്റ്യൻ. ദ ഫസ്റ്റ് ലൈൻ ഓഫ് എ ന്യൂ പാരഗ്രാഫ് അപ്പിയറിംഗ് അറ്റ് ദി എൻഡ് ഓഫ് എ പേജ് ഈസ് കോൾഡ്. എന്താണ് ചോദിച്ചിട്ടുള്ളത്? ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്താ? The first line of a new paragraph appearing at the end of a page is called എന്താണ്? ഓപ്ഷൻ എ അല്ലേ ആൻസർ ആയി വരിക? ക്ലിയർ ആണല്ലോ? സോറി, ഓപ്ഷൻ സി അല്ലേ ആൻസർ ആയി വരിക? ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 77. The instruction for typing a words code of a manuscript is indicated by എന്താ? സ്റ്റെറ്റ് അല്ലെ? ഇത് നമ്മൾ പ്രീവിയസ് ആയിട്ട് പറഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇനി തമ്പ് വീൽസ് ആർ ഓൾസോ കോൾഡ്. തമ്പ് വീലിനെ നമ്മൾ എന്ത് വിളിക്കും? സിലിണ്ടർ നോബ്സ്. ഞാൻ ടൈപ്പ്റൈറ്ററിന്റെ ക്ലാസ് എടുത്ത സമയത്ത് പറഞ്ഞിരുന്നു, ഈ ടൈപ്പ്റൈറ്ററിലെ അധിക പാർട്സിനും 2 പേരുകൾ ഉണ്ടാവും, നിങ്ങൾ അത് പഠിക്കണം എന്ന്. അവിടെ ചോദിച്ചു തമ്പ് വീൽ ആർ ഓൾസോ കോൾഡ് എന്താണ്? സിലിണ്ടർ നോബ്സ്. ഇനി EMDന്റെ എക്സ്പാൻഷൻ ആണ് ടെൻഡർ നോട്ടീസിൽ എഴുതുന്നതാണ് കേട്ടോ. ടെൻഡർ നോട്ടീസിൽ EMDന്റെ എക്സ്പാൻഷൻ ആയിട്ട് വരും എന്താണ്? ഏണസ്റ്റ് മണി ഡെപ്പോസിറ്റ് എന്നാണ്. ഏണസ്റ്റ് മണി ഡെപ്പോസിറ്റ് എന്നാണ്. ഓക്കെ. ഇനി 18th ക്വസ്റ്റ്യൻ എന്താണ്? 80ാമത്തെ ക്വസ്റ്റ്യൻ. സ്പ്ലിറ്റിംഗ് അപ്പ് ഓഫ് വേർഡ്സ് അറ്റ് ദി എൻഡ് ഓഫ് ലൈൻസ് ഈസ് ടേംഡ് എന്താണ്? ഓപ്ഷൻ എ ആണ് അല്ലേ ആൻസർ ആയി വരിക? ഓപ്ഷൻ എ. ഇനി അടുത്തത് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് എൻ ഔട്ട്പുട്ട് ഡിവൈസ്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇൻപുട്ടോ ഔട്ട്പുട്ടോ ഡിവൈസുകളെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഏതാ വരുന്നത്? വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് എൻ ഔട്ട്പുട്ട് ഡിവൈസ്. ഇതിൽ ഏതാ ഔട്ട്പുട്ട് ഡിവൈസ് ആയിട്ടുള്ളത്? പ്രിന്റർ അല്ലേ ഉള്ളൂ, ബാക്കിയൊക്കെ ഇൻപുട്ട് ഡിവൈസ് അല്ലേ. ഇനി അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 82. ആസ്കി സ്റ്റാൻഡ്സ് ഫോർ. എന്താ ആസ്കി എന്നാണ്? ഇതിന്റെ എക്സ്പാൻഷൻ ഞാൻ എടുത്ത് ക്ലാസ്സിൽ പറഞ്ഞതാണ്. അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച്. ഓപ്ഷൻ എ ആണ് ആൻസർ ആയി വരെ. ഇനി 83, 83th ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ആന്റിവൈറസ് സോഫ്റ്റ്വെയർ. ആന്റിവൈറസ് സോഫ്റ്റ്വെയർ അല്ലാത്തത് ഏതാണ്? ട്രോജൻ ഹോഴ്സ്. അപ്പൊ നമ്മൾ ആന്റിവൈറസ് സോഫ്റ്റ്വെയർ ഏതാന്നുള്ളതൊന്നും ഓർത്തു വെക്കണം. ഓക്കെ. ഇനി അടുത്ത ഷോർട്ട് കട്ട് കീ. കണ്ടോ, ഷോർട്ട് കട്ട് കീ ഇല്ലാത്ത ഒരൊറ്റ ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഷോർട്ട് കട്ട് കീ ഈസ് യൂസ്ഡ് ഫോർ സേവിങ് എ ഡോക്യുമെന്റ്. ഡോക്യുമെന്റ് ഇൻ MS Word എന്നാണ് കേട്ടോ. MS Wordൽ ഒരു ഡോക്യുമെന്റ് സേവ് ചെയ്യാൻ നമ്മൾ എന്താ ഉപയോഗിക്കുക? Alt+S ആണോ, Ctrl+A ആണോ, Ctrl+S ആണോ, Alt+N ആണോ? Ctrl+S. നമ്മൾ ഷോർട്ട് കട്ട് കീ എടുത്ത സമയത്ത് ഇവ ഓരോന്നും എന്താണെന്ന് എടുത്ത് പറഞ്ഞതാണേ. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എക്സ്പാൻഡ് ഓരോന്നും എടുത്ത് പറയാത്തത്. നമ്മൾ പ്രീവിയസ് ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ പറയുമ്പോഴും പറയുന്നുണ്ട്. നിങ്ങൾ കേട്ട് നിങ്ങൾക്കും മടുത്തിട്ടുണ്ടാവും. ഇനി ദ ഫയൽ എക്സ്റ്റൻഷൻ ഓഫ് എ പവർ പോയിന്റ് പ്രസന്റേഷൻ. പവർ പോയിന്റ് പ്രസന്റേഷന്റെ ഒരു ഫയൽ എക്സ്റ്റൻഷൻ ഏതാണ്? .ppt അല്ലേ? ഇത് പ്രീവിയസ് ആയി നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതിന്റെയൊക്കെ എക്സ്പാൻഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്താണ് .pmp, .doc എന്താണ്, .xls എന്താണെന്നൊക്കെ. ഇനി അടുത്തത് 86th ക്വസ്റ്റ്യൻ ആണ്. എനി ക്രൈം ദാറ്റ് ഇൻവോൾവ്സ് എ കമ്പ്യൂട്ടർ ആൻഡ് എ നെറ്റ്വർക്ക് ഈസ് കോൾഡ്. അതായത് കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ നെറ്റ്വർക്കോ ഒക്കെ ആയിട്ട് അവ രണ്ടും ഉൾപ്പെടുന്ന രീതിയിൽ നടക്കുന്ന ഏതൊരു ക്രൈമിനെയും നമ്മൾ എന്താ വിളിക്കുക? സൈബർ ക്രൈം അല്ലേ? ഇനി അടുത്തത് MS Wordത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ആർ ദ ടേബിൾസ് അവൈലബിൾ ഇൻ പേജ് സെറ്റപ്പ് ഡയലോഗ് ബോക്സ് ഓഫ് MS Word.
നമ്മൾ MS വേർഡിനെ കുറിച്ച് പറയുമ്പോൾ കൃത്യമായി പേജ് ഡയലോഗ് ബോക്സ് ഒക്കെ പറയും കേട്ടോ. ഈ പേജ് ഡയലോഗ് ബോക്സിൽ അവൈലബിൾ ആകുന്ന ടാബുകൾ ഏതൊക്കെയാണെന്ന് മാർജിൻ ടാബ്, കോളം ടാബ്, പേജ് ബ്രേക്ക് ടാബ് ഉണ്ട്. അതേപോലെ ഓപ്ഷൻ ബി മാർജിൻ ടാബ്, പേപ്പർ ടാബ്, ലേഔട്ട് ടാബ്. അടുത്ത ഓപ്ഷനിൽ ഫോണ്ട് ടാബ്, പാരഗ്രാഫ് ടാബ്, സ്റ്റൈൽസ് ടാബ്. പിന്നെ ഓപ്ഷൻ ഡിയിൽ വരുന്നത് ഇൻസേർട്ട് ടാബ്, പേപ്പർ ടാബ്, അതേപോലെ തന്നെ ലേഔട്ട് ടാബാണ് വരിക. അപ്പൊ ആൻസർ ഇതിൽ വരിക ഓപ്ഷൻ ബി ആണ്. മാർജിൻ ടാബ്, പേപ്പർ ടാബ്, ലേഔട്ട് ടാബ്. മാർജിൻ ടാബ്, പേപ്പർ ടാബ്, ലേഔട്ട് ടാബ് മൂന്നാണ് ഏത് പേജ് സെറ്റപ്പ് ഡയലോഗ് ബോക്സിൽ ഉൾപ്പെടുന്ന ടാബുകൾ. ഓക്കെ, ഇനി the default worksheet of a workbook in MS Excel 2007 വേർഷനിലുള്ള ഒരു വർക്ക് ബുക്കിലുള്ള ഡീഫോൾട്ട് വർക്ക്ഷീറ്റുകളുടെ എണ്ണം ഓപ്ഷൻ ഡി ആണ്, 3 ആണ് വരിക. ഇനി ഇൻ എക്സൽ ദ ഇന്റർസെക്ഷൻ ഓഫ് റോ ആൻഡ് കോളം ഈസ് നോൺ ആസ്. ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് ആയിട്ട് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. റോന്റെയും കോളത്തിന്റെയും കൂടെ ഇന്റർസെക്ഷനെ നമ്മൾ എന്താണ് എക്സലിൽ പറയാന്ന്? സെൽ എന്നാണ് പറയുക. ഇനി ചൂസ് ദ ഓഡ് വൺ. ഇതിൽ ഓഡ് വൺ ഏതാ? ലിനക്സ് ഉണ്ട്, യുണിക്സ് ഉണ്ട്, വിൻഡോസ് ഉണ്ട്, MS ഓഫീസ് ഉണ്ട്. MS ഓഫീസ് ആണ് വരിക. ബാക്കിയുള്ളതൊക്കെ എന്താ അറിയാലോ, ഞാൻ പറയണ്ടല്ലോ. ഇനി വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ സൂപ്പർ കമ്പ്യൂട്ടർ? താഴെ തന്നതില് നമുക്ക് സൂപ്പർ കമ്പ്യൂട്ടർ അല്ലാത്തതുണ്ട്. പരം സൂപ്പർ കമ്പ്യൂട്ടർ ആണ്, ഇതൊക്കെ സൂപ്പർ കമ്പ്യൂട്ടർ ആണ്. നമ്മൾ എടുത്ത സമയത്ത് പറഞ്ഞതാണ് സൂപ്പർ കമ്പ്യൂട്ടറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതാണ്. ഇതിൽ പെടാത്ത ഏതാ? IBM. നമ്മൾ ഡിസ്കസ് ചെയ്ത നമ്മൾ പ്രീവിയസ് ക്ലാസ്സുകളിൽ നമ്മൾ ഓരോ ടോപ്പിക്കും എടുത്ത ഭാഗത്തു നിന്ന് വന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അവിടെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുമ്പോഴും അവിടെയും വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ക്ലാസ്സുകളൊക്കെ എക്സാം ഓറിയന്റഡ് ആയിട്ടാണ് എടുക്കാറ്. ടോട്ടൽ നമ്പർ ഓഫ് റോസ് ഇൻ MS Excel 2003 MS Excelന്റെ വേർഷനിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് റോസുകളുടെ എണ്ണമാണ് ചോദിക്കുന്നത്. എത്രയാണ് വരിക? ആൻസർ എന്താണ് വരിക? 65536. നമ്മുടെ പ്രീവിയസ് ആഴ്ച എനിക്ക് തോന്നുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ പറഞ്ഞ സെറ്റ് 4ലാണെന്ന് തോന്നുന്നു. തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കൃത്യമായിട്ട് ഞാൻ 7ലുള്ള റോസും കോളംസും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3ലുള്ള ക്വസ്റ്റ്യൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു 7ലുള്ളത് നമ്മൾ പഠിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തത് 93th ക്വസ്റ്റ്യൻ ആണ്. എ സ്പെഷ്യൽ ടെക്സ്റ്റ് ദാറ്റ് പ്രിന്റ് അറ്റ് ദി ടോപ്പ് ഓഫ് ഈച്ച് പേജ് ഈസ് നോൺ ആസ്. അതായത് ആൻസർ ഒറ്റയടിക്ക് ആൻസർ ചെയ്താൽ ഹെഡ് അല്ലേ. നമ്മൾ പേജിന്റെ ഏറ്റവും മുകളിൽ ടോപ്പിൽ ഒരു പ്രത്യേക ഒരു ടെക്സ്റ്റ് കാണും അല്ലെ, പിന്നെ കൃത്യമൊക്കെ എഴുതിയതിട്ടുള്ള പേജ് നമ്പറും കാര്യങ്ങളൊക്കെ എഴുതി, അതെന്താ? ഹെഡ്. ഇനി which of the following is not available in page layout tab of MS Word? അല്ലേ, MS Word 2007 MS Word 2007 വേർഷനിൽ പേജ് ലേഔട്ട് ടാബിൽ അവൈലബിൾ അല്ലാത്ത ഏതാണ് ഇതിലെന്നാ ചോദിക്കുന്നത്. മാർജിൻ കിട്ടും, ഓറിയന്റേഷൻ ഉണ്ടാവും, കോളംസ് ഉണ്ടാവും, ഇല്ലാത്തത് ഡോക്യുമെന്റ് വ്യൂസ് ആണ്. ഇനി which of the following is not a valid data type in Excel? എക്സലിൽ പെടാത്ത ഏതാ? ക്യാരക്ടർ ആണ് അല്ലെ. ഡേറ്റ്, നമ്പർ, ജനറൽ, ഇത് മൂന്നും എക്സലിൽ പെടുന്ന ഡാറ്റകളാണ്. ഇനി അടുത്തത് ഇൻ MS PowerPoint the slide orientation button can be found in എവിടെയാ? ഡിസൈൻ ടാബിലാണല്ലോ കാണുക. എന്താണ് സ്ലൈഡ് ഓറിയന്റേഷൻ എന്നും സ്ലൈഡ് സോർട്ടർ എന്തും സ്ലൈഡ് മാസ്റ്റർ എന്താണെന്നൊക്കെ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലും പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിന്റെ MS PowerPointന്റെ ക്ലാസ് എടുക്കുമ്പോൾ വിശദീകരിച്ച് പറയും ചെയ്യും കേട്ടോ. വീണ്ടും ഷോർട്ട്കട്ട് കീ. The shortcut key used to insert hyperlink in MS Word is. MS Wordൽ ഹൈപ്പർലിങ്ക് കിട്ടാനുള്ള ഇൻസേർട്ട് ചെയ്യാനുള്ള ഷോർട്ട്കട്ട് കീ Ctrl+K. ചെടിക്ക് എഴുതാലോ. Ctrl+N എന്താണ്, Ctrl+P എന്താണെന്നൊക്കെ നമ്മൾ ഷോർട്ട്കട്ട് കീന്റെ ക്ലാസ്സിൽ എടുത്തെടുത്ത് പറഞ്ഞതാണ്. ഇനി which one of the following is not a web browser? വെബ് ബ്രൗസർ അല്ലാത്ത ഏതാണ്? ഫോർട്രാൻ. ഫോർട്രാൻ എന്താണ് ശരിക്കും? ഇറ്റ്സ് എ കമ്പ്യൂട്ടർ ലാംഗ്വേജ് ആണ് അല്ലെ, പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഇനി എ കമ്പ്യൂട്ടർ വർക്ക്, അടുത്ത ക്വസ്റ്റ്യൻ, എ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്
ദാറ്റ് ഇന്റർകണക്ട്സ് കമ്പ്യൂട്ടർ വിത്തിൻ എ ലിമിറ്റഡ് ഏരിയ. ഒരു ലിമിറ്റഡ് ഏരിയയിൽ കണക്ട് ചെയ്തിട്ടുള്ള കമ്പ്യൂട്ടറുകളെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്തിട്ടുള്ള കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനെ എന്താ നമ്മൾ വിളിക്കുക? ലാൻ. അല്ലേ? ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയും. മാൻ എന്ന് പറയുമ്പോൾ ഒരു മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് എന്നാ പറയുക. ഒരു ടൗൺ പെടും. ഇപ്പൊ കേബിൾ ടിവിന്റെ ഒക്കെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, കേബിൾ ടി വി നെറ്റ് കണക്ഷൻ ഒക്കെ മാൻ എക്സാമ്പിൾ ആണ്. വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്നാണ് വാൻ എന്ന് പറയാ. നമ്മൾ മൊത്തം ഒരുപാട് സ്ഥലങ്ങൾ ഉൾപ്പെടുന്ന എല്ലാ ഭാഗങ്ങളും ഉൾപ്പെടുത്തുന്നത് ചേർക്കുന്നതാണ് ഇത് വാൻ. അല്ലെ? ഇതിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ് വരും. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് അവൈലബിൾ ഓൺ ദി റൂളർ ഓഫ് MS Word സ്ക്രീൻ. MS Word സ്ക്രീനിൽ കാണാത്ത എന്താണ്? ഫോളോയിങ് അവൈലബിൾ ഓൺ ദി റൂളറിൽ കാണാത്തത് ഏതാണ്? സെന്റർ ഇൻഡന്റ് ആണ്. സെന്റർ ഇൻഡന്റ് ഉണ്ടാവില്ല. ടാബ് സ്റ്റോപ്പ് കാണാം, ലെഫ്റ്റ് ഇൻഡന്റ്, റൈറ്റ് ഇൻഡന്റ്, ജസ്റ്റിഫൈ ഒക്കെ കാണാം. നമുക്ക് കാണാൻ പറ്റാത്തത് സെന്റർ ഇൻഡന്റ് ആണ്. അപ്പൊ നമ്മള് ഇപ്പൊ ഇവിടെ കമ്പ്യൂട്ടറിന്റെയും ടൈപ്പ് റൈറ്ററിന്റെയും ക്വസ്റ്റ്യൻസ് ആണ് നോക്കിയിട്ടുള്ളത്. നമ്മൾ ഇതിൽ കണ്ട ക്വസ്റ്റ്യൻ നിങ്ങൾ ക്ലാസ് ഈ ഒരു പിന്നെ ക്ലാസ്സുകൾ നമ്മൾ കേട്ടവർക്ക് മനസ്സിലാവും. നമ്മളെ ചാനലിൽ കൂടെ തന്നെ ഈ ഇതിൽ വന്ന ഒരു ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസിന്റെയും ആൻസറുകൾ, അതായത് നമ്മൾ എടുത്ത ഭാഗങ്ങളിൽ നിന്ന് തന്നെയാണ് എല്ലാ ക്വസ്റ്റ്യൻസും വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നന്നായി നോക്കണം. അപ്പൊ എപ്പോഴും അതിന് നമ്മൾ എപ്പോഴും ക്ലാസ് എടുക്കാറ് ഈ കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് വന്നതിനെ ബേസ് ചെയ്ത്, അതായത് എക്സാം ഓറിയന്റഡ് ആയിട്ടാണ് എടുക്കാറ്. നന്നായി ക്ലാസ് കേൾക്കുക, നന്നായി പഠിക്കുക, ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിന് നന്നായി ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പൊ നമുക്ക് മറ്റൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡിസ്കഷനുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.